ശരി, വളരെ നന്ദി ശ്രീ എം ലജു. ശ്രീ എ റഹീം CPI നേതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. റഹീം, MS ബനേഷാണ് സംസാരിക്കുന്നത്. ഈ സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ കോൺഗ്രസിലേക്കുള്ള വരവ് അത് വലിയ രീതിയിൽ കോൺഗ്രസ് ആഘോഷിക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പ്രതിരോധം CPIഎമ്മിന്റെയും CPIയുടെയും ഒക്കെ മുമ്പിലേക്ക് വരുന്നില്ലേ? കാരണം സന്ദീപ് വാര്യർക്ക് സ്വാഗതം, ആശയങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്നുള്ള ഒരു വാക്കുകൾ വെച്ചിട്ടുള്ള സ്ഥിതിക്ക്. അല്ല, അത് പറയാം. CPIഎം ഔദ്യോഗികമായ ഒരിടത്തും സന്ദീപ് വാര്യർ വരൂ സ്വാഗതം എന്നൊരു നിലപാട് പറഞ്ഞിട്ടില്ല. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് ഇടഞ്ഞു നിന്ന സന്ദർഭത്തിൽ CPIഎമ്മിന്റെ പല നേതാക്കളോടും മാധ്യമങ്ങൾ സന്ദീപിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തേടി. സന്ദീപ് CPIഎമ്മിലേക്ക് വരുമോ, അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ടോ, ഇത്തരം അഭ്യൂഹങ്ങൾക്കും വാർത്തകൾക്കുമിടയിൽ വാർത്തകൾ തേടിയെത്തി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനോട് CPIഎമ്മിന്റെ നേതാക്കൾ, ചുമതലരായ നേതാക്കളിൽ ചിലർ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുമുണ്ട്. ആ അഭിപ്രായം എന്ന് പറയുന്നത് CPIഎമ്മിന്റെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളുകളോടുള്ള പൊതു നിലപാടാണ്. സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഞങ്ങൾ എതിർക്കുന്നത്, അങ്ങനെയുള്ള പൊതുവായ നിലപാടാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. BJPയിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി പേർ CPIഎമ്മിന്റെ ഭാഗമായിട്ടുണ്ട്, ഇനിയും ആയേക്കാം. പക്ഷെ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ അതൊരു സ്പെഷ്യൽ കേസാണ്. എങ്ങനെയെന്നാൽ കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയേറെ ഹേറ്റ് സ്പീച്ചുകൾ നടത്തിയ, ശശികല ടീച്ചർക്ക് ശേഷം ഏറ്റവും അധികം ഹേറ്റ് സ്പീച്ച് നടത്തിയ ആളാണ് സന്ദീപ് വാര്യർ. അപ്പോൾ അത്തരത്തിൽ ഹേറ്റ് സ്പീച്ച് നടത്തിയ ഒരാളെ കൈകൊടുക്കുക വഴി, സ്വീകരിക്കുക വഴി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ത് തരം സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുക? തീർച്ചയായിട്ടും CPIഎം അത്തരം ഒരു കൈകൊടുക്കൽ നടത്തിയില്ല, ഇന്ന് എടുത്തില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം, ഞങ്ങളുടെ പൊതു അഭിപ്രായം സന്ദീപിനെ കുറിച്ചാകട്ടെ, എം ലിജുവിനെ കുറിച്ചാകട്ടെ, ഇനി BJPയിൽ തന്നെ പ്രവർത്തിക്കുന്ന നൂറണിയിലേക്കാണ്, BJPയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏതൊരാളെയും കുറിച്ചാകട്ടെ, ഞങ്ങളുടെ നിലപാട് പ്രതികരണങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ കാണുന്നത് വ്യക്തിപരമായിട്ടല്ല, രാഷ്ട്രീയമായിട്ടാണ് എന്ന് തന്നെയാണ്. ഞങ്ങളുടെ പൊതുനിലപാടാണ്. പക്ഷേ സന്ദീപിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അതൊരു സ്പെഷ്യൽ കേസാണ്. കാരണം ഇത് ഒരു ഹേറ്റ് സ്പീച്ചിന്റെ ചരിത്രവും പശ്ചാത്തലവുമുള്ള ഒരാളെ കൈകൊടുത്ത് സ്വീകരിക്കുക വഴി ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? തീർച്ചയായും കാര്യത്തിൽ വളരെ മാതൃകാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെയൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്നൊരു പൊതുസമീപനം CPIഎമ്മിൽ ഉണ്ടാകുന്നു. അദ്ദേഹം കോൺഗ്രസ് ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന നിലയുണ്ടാകുന്നു. അപ്പൊ ഇനിയിപ്പോ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് പറഞ്ഞയക്കാൻ വിശ്വസ്തനായ ഒരാളായിരിക്കുന്നു. ഇനി തന്നെയുമല്ല, വേണമെങ്കിൽ KPCC ഓഫീസിൽ തന്നെ RSSന് ഒരു ശാഖയും തുടങ്ങാം എന്ന നില വന്നിരിക്കുന്നു. അങ്ങേയറ്റത്തെ ഹേറ്റ് സ്പീച്ചുകൾ ഉണ്ടായിരിക്കുന്നു. ഇനി ശ്രീ സന്ദീപ് വാര്യർ, എം ലിജുവിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കൾക്കുമെല്ലാം വർഗീയ വിദ്വേഷം പരത്തേണ്ട പ്രസംഗങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ക്ലാസ് എടുക്കട്ടെ, അവരെല്ലാം അങ്ങനെ പ്രസംഗിക്കട്ടെ. അങ്ങേയറ്റം പരിതാപകരമായ ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ എ റഹീം, സന്ദീപ് വാര്യർ ഇന്ന് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മാപ്പിന് തുല്യമായ ജാള്യത പ്രകടിപ്പിക്കുകയുണ്ടായി. അതായത് വെറുപ്പിന്റെ ഫാക്ടറിയിൽ ഒരു ജോലിക്കാരനായി കഴിയേണ്ടി വന്നതിൽ എനിക്കുള്ള ജാള്യത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തോടുള്ള ഒരു മാപ്പ് പറച്ചിൽ തന്നെയാണ്. അപ്പോൾ ആ ജാള്യത പറയുക, എന്നിട്ട് കോൺഗ്രസിലേക്ക് വരിക എന്ന് പറയുന്നത് രാജ്യത്താകമാനം ഇതിനു മുമ്പുള്ള സമീപകാല ചരിത്രം പരിശോധിച്ചാൽ ഉടനീളം BJPയിലേക്ക് കോൺഗ്രസുകാർ ചേക്കേറിയതിന്റെ ചരിത്രമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് BJPയിൽ നിന്നൊരു വ്യക്തി അത് ജാള്യത തോന്നുന്നു ഈ വെറുപ്പിന്റെ ഫാക്ടറിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നത് വളരെ പുരോഗമനപരമല്ലേ? അല്ല, ഇത് ജാള്യത കൊണ്ട് തീരുന്ന ഒരാളല്ല. വേറൊരു BJP നേതാവാണ് വന്നതെങ്കിൽ അത് ഈ ജാള്യത കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അതിൽ തർക്കമില്ല. അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞാൽ തീരുന്ന കാര്യമാണ്, അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ തീരുന്ന കാര്യമാണ്. പക്ഷേ ഇതങ്ങനെ അല്ല. ഞാനിപ്പോ 3 സന്ദർഭങ്ങൾ പറയാം. ഒന്ന്, കാശ്മീരിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയൊരു പരാമർശം മുസ്ലിങ്ങളെ കൊല്ലണമെന്നാണ്, കഴുത്തറുത്ത് കൊന്നുകളയണമെന്നാണ്. അത്തരത്തിലൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. രണ്ടാമത് ഒരു സന്ദർഭം ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ മാതൃഭൂമി ചർച്ചയിൽ അദ്ദേഹത്തോടൊപ്പം ഉള്ളപ്പോൾ അദ്ദേഹം നടത്തിയൊരു പരാമർശം വലിയ വൈറലായ ചർച്ചയാണ്. ഞാൻ അതിനോട് വൈകാരികമായി ആ ചർച്ചയിൽ പ്രതികരിക്കുകയും ചെയ്തു. ദിനേശ്, അതിൽ അദ്ദേഹം പറഞ്ഞത് CPIഎമ്മിൽ ഇപ്പോൾ ആരൊക്കെയാണോ നോക്കൂ, MV ഗോവിന്ദ മാഷും കോടിയേരി ബാലകൃഷ്ണനും ആനത്തലവട്ടം ആനന്ദനും എല്ലാം ഉണ്ടായിരുന്ന CPIഎമ്മിൽ ഇപ്പോൾ A റഹീമും AN ഷംസീറും മുഹമ്മദ് റിയാസും ഒക്കെയാണ് എന്നാണ് പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചത് ഇത് ഇങ്ങനെ പറഞ്ഞൊരാൾ. ഇനി 2 തീരുന്നില്ല. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ ഈ പാലക്കാട് ജില്ലയുടെ പശ്ചാത്തലത്തിൽ തന്നെ പറഞ്ഞ ഒരു ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു സന്ദർഭം ഉണ്ടായി. അപ്പോൾ സാമുദായിക സ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ട് സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു സന്ദേശമുണ്ട്.
ഇങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ മുറിവ്. ഇതിന് തുല്യമായ ഒരു വിദ്വേഷ പരാമർശം ഞാൻ അതാണ് പറഞ്ഞത്, ശശികല ടീച്ചർ ഒഴിച്ചാൽ BJP-യുടെ മറ്റു നേതാക്കളിൽ പോലും എല്ലാവരിലും നമുക്ക് കാണാനാകില്ല. അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മെയിൻ സ്ട്രീമിൽ ഇദ്ദേഹത്തിന്റെ സമകാലീനരായ മറ്റു പലരിൽ പോലും ഇപ്പൊ BJP-ക്കുള്ളിലെ തീവ്ര വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. BJP-ക്കുള്ളിൽ അങ്ങനെ തീവ്ര വർഗീയ ഉമാഭാരതിയെ പോലെ, അശോക് സിംഗാളിനെ പോലെ, അങ്ങനെ സംഘപരിവാറിനകത്തെ തീവ്ര വർഗീയതയുടെ ഒരു പ്രതിനിധിയെ ഒരു നിമിഷം കൊണ്ട് സ്വീകരിക്കുക എന്നതുകൂടെ കോൺഗ്രസ് എന്നൊരു പാർട്ടി എന്ത് തരം സന്ദേശമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊടുക്കുക? അതൊരു ജാള്യത പ്രയോഗം കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ, വെറുപ്പിന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നവർ, വെറുപ്പിന്റെ ഫാക്ടറിയിലെ അദ്ദേഹത്തിന്റെ സമകാലീനരായ ജോലിക്കാരിൽ നിന്ന് പോലും ഉണ്ടാകാത്ത കാര്യമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പൊ വെറുപ്പിന്റെ ഫാക്ടറിക്ക് മുകളിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എന്തായാലും ശരി, വെറുപ്പിന്റെ ഫാക്ടറിയിലെ തീവ്ര വർഗീയ വിദ്വേഷ പ്രചാരകനായിരുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരാളെ, അതായത് വെറുപ്പിന്റെ ഫാക്ടറിയിലെ ജോലിക്കാരനെ കോൺഗ്രസ് ജോലിക്ക് എടുക്കുന്നുവെങ്കിൽ ആ കോൺഗ്രസിൽ വന്നിട്ടും വെറുപ്പിന്റെ ഫാക്ടറിയിലെ ആശയ കാര്യങ്ങളൊക്കെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നാണോ? പ്രത്യേകിച്ചും കെ സുധാകരൻ അടക്കമുള്ളവരുടെ നേരെ CPIM അടക്കമുള്ളവർ മൃദു ഹിന്ദുത്വ സമീപനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ. അങ്ങനെ മാത്രമല്ല, ഇത് ശ്രീ കെ സുധാകരന് മാത്രം പറയേണ്ട കാര്യമല്ല. ശ്രീ VD സതീശൻ ആരുടെ മുമ്പിലും വഴങ്ങി നിൽക്കുന്നതും കേരളം കണ്ടിട്ടില്ല. VD സതീശൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, ക്ഷോഭിക്കുകയും ആളുകളോട് മോശമായി പെരുമാറുകയും അഹങ്കാരത്തിന്റെ എല്ലാം ഒരു അടയാളമായിട്ടാണ്. അദ്ദേഹം അഹങ്കാരത്തിന്റെ ആടയാഭരണങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരാളുടെ മുമ്പിലാണ് വഴങ്ങി നിന്നതായി കണ്ടത്. അത് സവർക്കറുടെ ചിത്രത്തിന്റെ മുമ്പിലാണ്. അപ്പോ ഗോൾവൽക്കറേയും സവർക്കറേയും കാണുമ്പോൾ താണു തൊഴുന്ന VD സതീശൻ ആൻഡ് കമ്പനിയിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അത് തന്നെ ചെല്ലേണ്ടിടത്ത് തന്നെയാണ് സന്ദീപ് വാര്യർ എത്തിയത് എന്ന് വിലയിരുത്താൻ കഴിയുമോ? ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ കോൺഗ്രസിനെ ആകെ മോശമായി ചിത്രീകരിക്കുന്നില്ല. കോൺഗ്രസിലെ ചില നേതാക്കളെ അധികാരമോഹം ബാധിച്ചിട്ടുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ കോൺഗ്രസ് ആകെ മോശമാണ്. അങ്ങനെ അത് ശരിയല്ലല്ലോ, വസ്തുതാപരമായും ശരിയല്ല. പക്ഷെ കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഇന്നലെ മുസ്ലിം പള്ളികളിൽ ജുമാ നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോൾ SDPI ആണ് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നോട്ടീസ് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ ആരാധനാലയങ്ങളെ ഉപയോഗിക്കുന്നു. SDPI അതിനായിട്ട് കൈകാര്യം ഉപയോഗിക്കുന്നു. ഇപ്പൊ ഒരു വശത്ത് SDPI ഉപയോഗിക്കാൻ മടി കാണിക്കാതിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, SDPI കൂടെ കൂട്ടുന്നതിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അവർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമല്ലേ? SDPI പരസ്യമായി UDF-നൊപ്പം പ്രവർത്തിക്കുന്നു. 23-ാം തീയതി UDF ജയിച്ചു എന്നിരിക്കട്ടെ, അവിടെ ആഹ്ലാദ പ്രകടനത്തിൽ SDPI-യുടെ പതാകകളും SDPI-യുടെ പ്രവർത്തകരും കാണും. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ആ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? അപ്പൊ ഇതെല്ലാം അസ്പൃശ്യരാക്കേണ്ടവരെ അസ്പൃശ്യരാക്കണ്ടേ? നമ്മൾ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല ഞാൻ പറയുന്നത്. SDPI-യിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ കുറിച്ചുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. BJP-യിലെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ചുള്ള അഭിപ്രായമല്ല. പക്ഷെ അതേസമയം നമ്മൾ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിലൂടെ നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുകയാണല്ലോ രാഷ്ട്രീയ തീരുമാനം. ആ രാഷ്ട്രീയ തീരുമാനത്തിലൂടെ എന്ത് തരം സന്ദേശമാണ് ഒരു പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്നത്? ആ ഒരു സന്ദേശത്തെക്കുറിച്ച് നമ്മൾക്ക് ആലോചിക്കാനും അതിൽ തീരുമാനമെടുക്കാനും ദിവസങ്ങൾ വേണ്ടി വന്നേക്കും. പക്ഷേ ഇപ്പോൾ പാലക്കാട്ടെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായിട്ടുള്ള ഈ കോൺഗ്രസ് പ്രവേശനം, സന്ദീപ് വാര്യരുടെ പ്രവേശനം, അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ വോട്ടർമാരുടെ ഉള്ളിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് റഹീം വിലയിരുത്തുക? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ BJP വിരോധവും BJP ഭയവും സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് BJP ജയിക്കാതിരിക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്യണം എന്ന ഒരൊറ്റ നരേഷനിലേക്ക്, ക്യാമ്പയിനിലേക്ക് മുസ്ലിം ജനസമൂഹത്തിനിടയിൽ കോൺഗ്രസിന്റെ പ്രചരണത്തിന്റെ ഗതിയെ തിരിച്ചുവിട്ടിട്ടുണ്ട്. BJP ഇതാ ജയിക്കാൻ പോകുന്നു. ഈ നരേഷനാണ് ഇന്നലെ SDPI കൊണ്ട് പറയിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ BJP ജയിക്കാൻ പോകുന്ന ഒറ്റ നരേഷനിലേക്ക് പറഞ്ഞ് അതിൽ BJP വിരുദ്ധ ഭീതി പടർത്തി BJP വിരുദ്ധ വോട്ടുകളെ ആകെ സമാഹരിച്ച് ജയിക്കാൻ കഴിയുമോ എന്നൊരു സ്ട്രാറ്റജിയാണ് കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ പയറ്റി വരുന്നത്. ആ സ്ട്രാറ്റജിയുടെ നേരെ ഐറോണിക്കലായിട്ടുള്ള ഈ പറയുന്ന ഒരു വൈരുദ്ധ്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? എങ്ങനെയാണ് മുസ്ലിങ്ങളെ ആകെ കൂട്ടക്കുരുതി നടത്തണം എന്ന് പറഞ്ഞ ഒരാളെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പാലക്കാട് ജില്ലയിലെ മുസ്ലിം ജനസമൂഹത്തോട് കോൺഗ്രസ് ആത്മാർത്ഥതയോടെ വോട്ട് ചോദിക്കുക? എങ്ങനെ ചോദിക്കുക വോട്ട്? അപ്പൊ അത് കോൺഗ്രസ്, അത് ജനം കൂടുതൽ മനസ്സിലാക്കും. കോൺഗ്രസിന് പാപ്പരത്വം ഇവിടെ BJP ആണ് മത്സരിക്കാൻ വേണ്ടി
BJP ആണ് ജയിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കോൺഗ്രസ് വോട്ട് ചെയ്യണം എന്ന് പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്തിനും എന്നോട് മത്സരം ഉണ്ടാക്കിയതാണ്. BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്, BJP ഭീഷണി ഉയർത്തുന്ന മണ്ഡലമാണെങ്കിൽ എന്തിന് ബൈ ഇലക്ഷൻ നിങ്ങൾ ഉണ്ടാക്കി? വടകരയിലേക്ക് വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ഒരു MLA അയക്കാം, ഒരു മണ്ഡലത്തിലും ഇല്ലാത്ത MLA-മാരില്ലാത്ത കോൺഗ്രസ് നേതാക്കളെ അയക്കാം, മുരളീധരനെ അവിടെ മത്സരിക്കാം, ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ BJP ഭീതി ഇവിടെ പറയുന്നു വോട്ട് കിട്ടാൻ. അങ്ങനെ ഭീതി ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനിവിടെ ബൈ ഇലക്ഷൻ ഉണ്ടാക്കി എന്ന വളരെ വളരെ യുക്തിസഹമായ ഒരു ചോദ്യത്തിന് ഇതുവരെ കോൺഗ്രസ് മറുപടി വിശദീകരണമില്ല. ഒന്ന്, അതിനിടയിലാണ് ഇപ്പോൾ അങ്ങേയറ്റത്തെ മുസ്ലിം വിരുദ്ധ പ്രചരണം നടത്തുന്ന, മുസ്ലിങ്ങളെല്ലാം കൂട്ടക്കൊല നടത്തിയാൽ തരക്കേടില്ല എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരികയാണ്. അത് എന്തുതരം സന്ദേശമാണ്? പാലക്കാട് ജില്ല വ്യത്യസ്ത മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കമ്മ്യൂണൽ ഹാർമണിയുടെ സ്ഥലമാണ്, സാമുദായിക ഐക്യത്തിന്റെ സ്ഥലമാണ്. അപ്പൊ ആ ജനവിഭാഗങ്ങൾ, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിനെ വിശദീകരിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ലീഗിന്റെ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയാൻ ഒരു കൗതുകമുണ്ട്. ലീഗ് ഇതിലെന്താണ് പറയുക? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാടെന്താണ്? ലീഗ് പറയേണ്ടത് ഇവിടുത്തെ പാലക്കാട്ടെ കോൺഗ്രസ് അല്ല, ലീഗാണ് കരുത്ത്. അപ്പോൾ ലീഗിന്റെ ചെലവിലാണ് പാലക്കാട്ടും മറ്റേതൊരു മലബാർ മണ്ഡലവും പോലെ കോൺഗ്രസ് ജയിച്ചു വരുന്നത്. അപ്പൊ ലീഗിനെ ഒന്നും കൂടാതെ സന്ദീപിനെ കൂട്ടിയാലേ പാലക്കാട് ജയിക്കാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയോ? അപ്പൊ ലീഗാണ് അതിൽ മറുപടി പറയേണ്ട പാർട്ടി. ലീഗ് അതിന്റെ മറുപടിക്ക് കേരളം കൗതുകപൂർവ്വം കാതോർക്കാണ്. ശരി, മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ വേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ A. റഹീം. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്